അതിരപ്പള്ളിയിലെ കാട്ടാനയ്ക്ക് ചികിത്സ നൽകുന്ന ദൗത്യമായി മുന്നോട്ട് പോവുകയാണ് വനവകുപ്പ്. വാഴച്ചാൽ DFOയുടെ നേതൃത്വത്തിലാണ് സൗകര്യങ്ങൾ ഒരുക്കുന്നത്. കോടനാട് കൂട് ഒരുങ്ങി വരുന്നു. നാളെയായിരിക്കും ദൗത്യം നടക്കുക. അത് മയക്കുവെടി വെച്ച് കോടനാട്ടെ കൊണ്ടുപോകാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുക. എന്താണ് ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്? പ്രധാനപ്പെട്ട സ്റ്റെപ്പ് കൂട് റെഡിയാകുക എന്നുള്ളതാണ്. അവിടെ പണി നടക്കുന്നുണ്ട്. ഒരു ഉച്ചയോട് കൂടി നമുക്ക് കൂട് റെഡിയാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം മൂന്നാറിൽ നിന്ന് തടി കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ എല്ലാവർക്കും അറിയാം, ബുദ്ധിമുട്ടുകൾ അറിയാം. എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് അത് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ വയനാട് നമ്മൾ കൊണ്ടുവന്ന വണ്ടിയിൽ കൂട് കെട്ടി വേണം നമ്മൾ ആനയെ കൊണ്ടുപോകേണ്ടത്. അതും കുറച്ച് സമയം എടുക്കുന്നതാണ്. അപ്പോൾ അത് അവിടെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആനയുടെ സ്ഥിതി എന്താ ഇപ്പോൾ? ആനയുടെ സ്ഥിതി നമ്മൾ ഇന്നലെയൊക്കെ കണ്ട പോലെ തന്നെ ഉണ്ട്, നമ്മുടെ നിരീക്ഷണത്തിലുണ്ട്. അപ്പം ഡോക്ടർ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആനയെ നിരീക്ഷിക്കും. മയക്കുവെടി വെക്കാനായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതി ആനയ്ക്കുണ്ടോ? മയക്കുവെടി വെക്കാനുള്ള ആരോഗ്യസ്ഥിതി നമ്മൾ അന്ന് തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും പറഞ്ഞു, റിസ്ക് ആണ്. പക്ഷേ ആ ഒരു വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ദൗത്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഡോക്ടർ അരുൺ സക്കറിയും സംഘമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. എത്തി ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം കോടനാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കൂട് നിർമ്മാണത്തിൻ്റെ ഒന്ന് വിലയിരുത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ കുങ്കികളെയും കൂടെ ഒന്ന് പരിശോധിക്കാനായിട്ട് വരുന്നുണ്ട്. നാളെ ആയിരിക്കും പ്രധാനമായിട്ട് ദൗത്യം നടക്കുക എന്നാണ് ഇപ്പോഴത്തെ ഒരു ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് ആനയെ പിടിക്കുകയാണെങ്കിൽ തന്നെ കൂടില്ലാതെ നമുക്ക് പറ്റില്ല. അപ്പോൾ കൂടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അദ്ദേഹം അത് തീരുമാനിക്കും. ഇപ്പോൾ എത്ര പേരടങ്ങുന്ന സംഘടന, വനവകുപ്പിൻ്റെയും ഡോക്ടർമാർ എല്ലാവരും കൂടി എത്ര പേര് ഈ മിഷനിൽ പങ്കാളിയാണ്? മിഷനിൽ ഡോക്ടറിൻ്റെ സംഘം കഴിഞ്ഞ പ്രാവശ്യം മയക്കുവെടി വെക്കാനും ഒക്കെ എത്തിയ അദ്ദേഹത്തിൻ്റെ ഡാർട്ടിംഗ് ടീമും ട്രാക്കിംഗ് ടീമും ക്രോൾ മേക്കിംഗ് ടീമും ഇവരെല്ലാം കൂടെ ഒരു 20-25 പേരുണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും പേര് തന്നെ 80 പേരടങ്ങുന്ന സംഘം. അതിൽ മയക്കുവെടി വെക്കുന്ന ചെറിയ ആശങ്കയുണ്ടല്ലോ പൊതുവെ? ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. വെല്ലുവിളിയാണ്. എന്നാൽ പോലും നമ്മൾ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആനയ്ക്ക് ശരിക്കും വനംവകുപ്പും പിന്നെ വാഴച്ചാൽ DFOയ്ക്ക് ഒരു ചെകുത്താനും കടലിനും നടുവിലാണെന്ന സ്ഥിതിയാണ്. മയക്കുവെടി വെച്ചില്ലെങ്കിൽ അതിന് ചികിത്സിക്കാത്തതിൻ്റെ പരാതി, മയക്കുവെടി വെച്ചാൽ അത് ശരിയോ എന്നുള്ള ഭയം, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലെന്നിട്ടുള്ളൊരു നമ്മളങ്ങനെ ഭയപ്പെട്ട് നിന്നിട്ട് കാര്യമില്ല. എന്തായാലും ഇറങ്ങി തിരിച്ചു. നമ്മൾ അതിനൊരു ചലഞ്ചിങ് ആയിട്ട് എടുത്തുകൊണ്ട് ആനയ്ക്ക് ചികിത്സ തന്നെ തുടരാൻ തന്നെയാണ് തീരുമാനം. ഏതായാലും നാളെയാണ് പ്രധാനമായും ദൗത്യം നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ എത്രയും പെട്ടെന്ന് തന്നെ മയക്കുവെടി വെച്ച് കോടനാട്ടേക്ക് എത്തിക്കുക എന്ന ദൗത്യത്തിന് ഡോക്ടർ അരുൺ സക്കറിയും സംഘവും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.